ഹലോ, മോട്ടീവ് പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ലൈഫ് ചേഞ്ചിങ് സീരീസുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ ഡേ 1 സംസാരിക്കാൻ പോകുന്നത് ജീവിതം മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു ആശയത്തെക്കുറിച്ചാണ്. മാറേണ്ടത് നമ്മളാണ്, ചുറ്റുപാടുകളല്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. നിങ്ങൾ തമ്പുനയിൽ ശ്രദ്ധിച്ച് കാണുമല്ലോ, മാറേണ്ടത് നമ്മളാണ്, ചുറ്റുപാടുകളല്ല. ഈ ഒരു വാചകം മനസ്സിലാക്കിയാൽ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ സാധിക്കും. പല ആളുകളും അവരുടെ ജീവിതത്തിലെ പരാജയങ്ങൾക്ക് കാരണങ്ങൾ അന്വേഷിക്കുന്നത് പുറത്താണ്. എൻ്റെ കുടുംബ സാഹചര്യം നല്ലതല്ല, എനിക്ക് അവസരങ്ങൾ ലഭിച്ചില്ല, എൻ്റെ സുഹൃത്തുക്കൾ എന്നെ പിന്തുണച്ചില്ല, ഞാൻ ജനിച്ചത് ശരിയായ സാഹചര്യത്തിലല്ല. ഇതെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് ശരിയാണെന്ന് തോന്നാം. പക്ഷേ ഒരു ചോദ്യം ചോദിക്കട്ടെ, ലോകത്തിലെ എല്ലാ വിജയികളുടെയും ജീവിതം നല്ല സാഹചര്യങ്ങളിൽ നിന്നാണോ ആരംഭിച്ചത്? അല്ല. ഒരുപാട് ആളുകൾ ദാരിദ്ര്യത്തിൽ നിന്നുമാണ് ഉയർന്നു വന്നിട്ടുള്ളത്. ഒരുപാട് ആളുകൾ പരാജയങ്ങളിൽ നിന്ന് വിജയത്തിലേക്കെത്തി. അവരുടെ ജീവിതം മാറ്റിയത് സാഹചര്യമല്ല, അവരുടെ തീരുമാനമായിരുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു മുറിയിൽ ഇരുട്ടാണെങ്കിൽ നമ്മൾ ഇരുട്ടിനെ കുറ്റപ്പെടുത്തുമോ? ഇല്ല, നമ്മളൊരു വിളക്ക് തെളിയിക്കും, അല്ലേ? ജീവിതം അതുപോലെയാണ്. പ്രശ്നങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്നും മാറില്ല. പക്ഷേ നമ്മൾ മാറാൻ തീരുമാനിക്കുന്ന നിമിഷം മുതൽ നമ്മുടെ ജീവിതം മാറിത്തുടങ്ങും. നമ്മളിൽ പലരും ഒരു തെറ്റ് ചെയ്യാറുണ്ട്. ജീവിതം മാറാൻ ആദ്യം സാഹചര്യം മാറണം എന്ന് കരുതുന്നു. പക്ഷേ അത് സത്യം അതല്ല. ആദ്യം മാറേണ്ടത് നമ്മുടെ ചിന്തകളാണ്. കാരണം ഒരു മനുഷ്യൻ്റെ ജീവിതം രൂപപ്പെടുത്തുന്നത് അവൻ്റെ ചിന്തകളിൽ നിന്നാണ്. നിങ്ങൾ ദിവസവും എനിക്ക് കഴിയില്ല എന്ന് ചിന്തിച്ചാൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളും അതുപോലെ ആയിരിക്കും. പക്ഷേ എനിക്ക് കഴിയും എന്ന് വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദിശ തന്നെ മാറും. ഞാനൊരു ചെറിയ കഥ പറയാം. 2 ആളുകൾ ഒരേ ഗ്രാമത്തിൽ ജനിച്ചു, ഒരേ സാഹചര്യത്തിൽ വളർന്നു, ഒരേ സ്കൂളിൽ പഠിച്ചു. പക്ഷേ വർഷങ്ങൾക്കു ശേഷം ഒരാൾ വിജയിയായി, മറ്റൊരാൾ പഴയ ജീവിതത്തിൽ തന്നെ തുടർന്നുകൊണ്ടിരുന്നു. എന്തുകൊണ്ട്? സാഹചര്യങ്ങൾ 2 പേർക്കും ഒരുപോലെയായിരുന്നു. വ്യത്യാസം അവരുടെ മനോഭാവത്തിലായിരുന്നു. ഒരാൾ മാറ്റത്തിനായി പ്രവർത്തിച്ചു, മറ്റൊരാൾ കാരണം അന്വേഷിച്ചു നടന്നു. ഇതാണ് 2 പേരുടെയും ലൈഫിൽ ഉണ്ടായത്. ഇന്ന് നമ്മൾ സ്വയം ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിലെ പരാജയങ്ങൾക്ക് ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത്? എൻ്റെ വളർച്ച തടയുന്നത് സാഹചര്യമാണോ? അല്ലെങ്കിൽ എൻ്റെ ശീലങ്ങളാണോ? ഞാൻ ദിവസവും പഠിക്കുന്നുണ്ടോ? ഞാൻ എൻ്റെ ലക്ഷ്യങ്ങൾക്കായി പ്രവർത്തിക്കുന്നുണ്ടോ? ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചാൽ നമ്മുടെ യഥാർത്ഥ പ്രശ്നം എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ? സത്യത്തിൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു പലപ്പോഴും നമ്മൾ തന്നെയാണ്. നമ്മുടെ മടുപ്പ്, ഭയം, നമ്മുടെ സംശയങ്ങൾ, നമ്മൾ നീട്ടിവെക്കുന്ന സ്വഭാവം, ഇവയെ ജയിക്കാൻ കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. വിജയികളായ ആളുകൾക്ക് പ്രത്യേക കഴിവുകളൊന്നുമില്ല. അവർക്ക് പ്രത്യേകമായൊരു മനോഭാവമുണ്ട്. അവർ പ്രശ്നങ്ങൾ കണ്ടാൽ കാരണം അന്വേഷിക്കില്ല, പകരം പരിഹാരം അന്വേഷിക്കും. അവർ സാഹചര്യങ്ങളെ കാത്തിരിക്കില്ല, അവസരങ്ങൾ സൃഷ്ടിക്കും. ഇന്നു മുതൽ ഒരു തീരുമാനമെടുക്കൂ. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നില്ല, സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തില്ല. ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കും. കാരണം എൻ്റെ ലൈഫ് മാറേണ്ടത് എൻ്റെ ആവശ്യമാണ്. 1 വർഷത്തിന് ശേഷം നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കും? അത് തീരുമാനിക്കുന്നത് ഇന്നത്തെ നിങ്ങളുടെ തീരുമാനങ്ങളാണ്. ഇന്ന് ചെയ്യുന്ന ചെറിയ മാറ്റങ്ങൾ നാളത്തെ വലിയ വിജയങ്ങളായി മാറും. ഇന്ന് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ ചലഞ്ച് നൽകാം. ഇന്ന് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരു പേപ്പറും പേനയും എടുക്കൂ. അതിൽ 2 കാര്യങ്ങൾ എഴുതൂ. ഒന്നാമത്തെ കാര്യം, എൻ്റെ ജീവിതത്തിൽ ഞാൻ മാറ്റേണ്ട 3 ശീലങ്ങൾ. രണ്ടാമത്തെ കാര്യം, നാളെ മുതൽ ഞാൻ ആരംഭിക്കുന്ന 3 നല്ല കാര്യങ്ങൾ. ഇത് രണ്ടും ഒരു പേപ്പറിൽ നിങ്ങൾ കുറിച്ചു വെക്കൂ. അതാണ് നിങ്ങളുടെ പുതിയ ജീവിതത്തിൻ്റെ തുടക്കം. നിങ്ങൾ പ്രത്യേകം ഓർക്കുക, എഴുതി വെച്ചത് കൊണ്ട് നിങ്ങളുടെ ജീവിതം മാറുന്നില്ല. ജീവിതം മാറണമെങ്കിൽ ആദ്യം മനസ്സ് മാറണം. മനസ്സ് മാറണമെങ്കിൽ നല്ല ചിന്തകൾ വരണം. മാറ്റങ്ങളുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലാണ് ഉണ്ടാവേണ്ടത്. അതുണ്ടായി അത് പ്രാവർത്തികമാക്കിയാൽ മാത്രമേ നമ്മൾക്ക് മാറ്റങ്ങളിലേക്കുള്ള ഒരു തുടക്കം ആയി എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ, മാറേണ്ടത് നമ്മളാണ്, ചുറ്റുപാടുകളല്ല. തീർച്ചയായിട്ടും മാറേണ്ടത് നമ്മളാണ്. നമ്മുടെ ചുറ്റുപാടുകളെ നമുക്ക് മാറ്റുക എന്ന് പറയുന്നത് സാധിക്കുന്ന കാര്യമല്ല.
നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. എങ്ങനെ? ആദ്യം നമ്മൾ മാറണം. നമ്മൾ കൊണ്ടുവരുന്ന ചേഞ്ചസിലൂടെ നമ്മുടെ ചുറ്റുപാടുകളിലും സാഹചര്യങ്ങളിലും മാറ്റം നമുക്ക് വരുത്താൻ പറ്റും. അതിൽ ഏറ്റവും ആദ്യം ആലോചിക്കേണ്ട കാര്യം വീണ്ടും വീണ്ടും പറയുന്നു, ആദ്യം മാറേണ്ടത് നമ്മളാണ്, നമ്മുടെ ചിന്താഗതികളാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടാതെ മോട്ടീവ് പ്ലസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈഫ് ചേഞ്ചിങ് സീരീസിൻ്റെ ഡേ 2 വീണ്ടും കാണാം. ബൈ.